സർ, ഈ 370 അനുച്ഛേദനം റദ്ദാക്കൽ കാശ്മീരിന് പുരോഗതി കൈവന്നു എന്ന് സൽമാൻ ഖുർഷിദ് എന്ന കോൺഗ്രസ്സുകാരൻ പറയുമ്പോൾ ഇത് രണ്ടാമതൊരു കോൺഗ്രസ്സുകാരനാണ് തരൂരിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ മേന്മയെക്കുറിച്ച് പറയുന്നത്, അതായത് BJP ഗവൺമെൻറ് മേന്മയെക്കുറിച്ച്. സർ, അതിന് ഒരു വലിയ വിവാഹത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയില്ല? തീർച്ചയായിട്ടും ഈ സർവകക്ഷി സംഘത്തെ ലോകത്താകമാനം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ഭീകരാക്രമണത്തെയും ആ ഭീകരാക്രമണത്തെ എതിർത്തുകൊണ്ട് തകർത്തുകൊണ്ട് നമ്മൾ മറുപടി നൽകിയതും വിശദീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് വിശദീകരിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു സംഘത്തെ അയച്ചതിലൂടെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് കോൺഗ്രസ്സാണ്. കാരണം തീർച്ചയായിട്ടും കോൺഗ്രസ് ആ സംഘത്തിൽ പെടാൻ നിശ്ചയിച്ചെങ്കിൽ ആദ്യം തന്നെ ശശി തരൂരിൻ്റെ പേര് അവർ നിർദ്ദേശിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. കാരണം അന്താരാഷ്ട്ര വിഷയങ്ങളിലും വിദേശകാര്യ വിഷയങ്ങളിലും ഒക്കെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്കാരിൽ ജീവിച്ചിരിക്കുന്ന ഇന്ത്യക്കാരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്, ഏറ്റവും പരിജ്ഞാനമുള്ളതാണ് ശശി തരൂർ. യുഎൻ അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് എത്രയോ വർഷങ്ങളിരുന്നാണ്, യുഎൻ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരാളെ നിർദ്ദേശിക്കാതിരുന്നതിലൂടെ അവർ സ്വയം അപമാനിതരായി എന്നുള്ളതാണ് സത്യം. എങ്കിലും കൃത്യമായി തന്നെ അത് ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് ശശി തരൂരിനെ അംഗമാക്കിക്കൊണ്ട് ശശി തരൂർ നയിക്കുന്ന ഒരു സംഘം ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ കോൺഗ്രസ് അംഗങ്ങൾ മറ്റാളുകളെ ഉൾപ്പെടുത്തി. അപ്പോൾ ശശി തരൂർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നിന്ന് മാത്രമല്ല പല കാര്യങ്ങളും സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ്. അതിനപ്പുറം അദ്ദേഹം കോൺഗ്രസ്സിലുള്ള ഏത് നേതാവിനേക്കാളും തലപ്പൊക്കമുള്ള ഒരാളാണ്. അത് സർവോപരി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും എന്താ പറയുന്നത് ബാഡ് ലിസ്റ്റിലുള്ള ഒരാളുമാണ്. അവർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പം എന്നാൽ തൻ്റെ സ്വയം വലിപ്പത്തെപ്പറ്റി സ്വയം ബോധ്യമുള്ള തരൂർ അദ്ദേഹത്തിന് തൻ്റെ വലിപ്പത്തെപ്പറ്റി അത് അദ്ദേഹം ഓപ്പണായി പറയുന്നുണ്ട്. അങ്ങനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് വേണം ചെയ്തോളൂ, എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് എവിടെയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. സ്വയംബോധ്യം നല്ലതാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. എന്തായാലും വളരെ ബുദ്ധിപൂർവ്വം ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ നിശ്ചയിച്ച് ശശി തരൂർ പോയി. ആ സംഘം ലോകത്തെ സത്യത്തിൽ നമ്മൾ കണ്ടതാണ്. വിവിധ സ്ഥലങ്ങളിലെ സ്റ്റേറ്റ്സ് അടക്കമുള്ള ഒരു പ്രത്യേക ഒരു സംഘം രാജ്യങ്ങളിൽ തിരഞ്ഞെടുത്താണ് പോയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും അദ്ദേഹം നടത്തിയ പ്രസ്താവനയും പ്രസംഗവും അതിനുള്ള പ്രതികരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇവിടെ കിടന്ന് കോൺഗ്രസ്സുകാർ ബുദ്ധിമുട്ടുകയാണ്. കാരണം ഇത് എന്തിനാണ് അവർ സത്യത്തിൽ ബുദ്ധിമുട്ടുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം കൃത്യമായി നമ്മൾ ഭരണകൂടത്തിൻ്റെ നയം വ്യക്തമാക്കാനാണ് പോകുന്നത് തന്നെ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയം, നമ്മൾ ചെയ്ത കാര്യം ഇങ്ങനെ പോയിട്ടുണ്ട്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ പോയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന വർഷത്തിൽ വിട്ടിട്ടുണ്ട്. അത് കാശ്മീർ ചർച്ചയെപ്പറ്റി പറയാനായിരുന്നു. അത് അവരെ ബോധ്യപ്പെടുത്തി കാശ്മീർ ഇവിടുത്തെ പ്രശ്നമാണെന്നും അത് നമ്മൾ അതിനകത്ത് ഒരേ UN അടക്കമുള്ള ഒരു മറ്റാരുടെയും ഇടപെടൽ വേണ്ടെന്നും ബോധ്യപ്പെടുത്തിയിട്ടാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സംഘം മടങ്ങിയത് എന്ന് പറയുന്നതുപോലെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ സ്റ്റാൻഡ് മനസ്സിലാക്കാനാണ് കൃത്യമായിട്ടുള്ളത്. കാരണം നമ്മൾ തകർത്തത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ്, സൈനിക താവളങ്ങൾ മാത്രമാണ്. സാധാരണക്കാരെ അതിന് പ്രതികാരമായിട്ടാണ് നമ്മൾ ചെയ്തത്, കൊന്നു നിന്നിരിക്കുന്നത്. അത് തന്നെയല്ല പാകിസ്ഥാൻ പിന്നീട് നടത്തിയ ചില അതിർത്തി കയ്യേറ്റങ്ങളിലും പാവപ്പെട്ട ഗ്രാമീണരെ കൊല്ലുന്നതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് അത് കാശ്മീരിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്. കാശ്മീർ വേറിട്ട ഒരു രാജ്യമാണെന്നുള്ള ഒരു ചിന്താഗതി പല വിധത്തിൽ വളർത്തിക്കൊണ്ട് വരാനുള്ള അതിതീവ്ര ശ്രമമാണ് ഈ ഭീകരവാദം നടത്തിയത്. അപ്പോൾ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയും ഈ വിദേശ പര്യടന യാത്ര സംഘങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഫലപ്രദമായ പ്രവർത്തനമാണ് ചെയ്തത്, പ്രത്യേകിച്ച് ശശി തരൂർ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സൽമാൻ ഖുർഷിദ് 320-ാം വകുപ്പ് റദ്ദാക്കിയതിലൂടെ അത് ഇന്തോനേഷ്യയിൽ വെച്ചാണ്, ജക്കാർത്തയിൽ വെച്ചാണ് ഇന്തോനേഷ്യയിലാണ് ഉദ്യോഗസ്ഥരുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം വളരെ ശക്തമായി ഈ ഒരു സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി ആരെന്നാലാണ് കോൺഗ്രസിൻ്റെ. അത് മാത്രമല്ല ഇവർ ലെഗസി ഉള്ളതാണ്. അദ്ദേഹം ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൊച്ചുമകനാണ് ഈ സൽമാൻ ഖുർഷിദ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഖുർഷിദ് അലം ഖാൻ ഗവർണറും കേന്ദ്രമന്ത്രിയുമായിരുന്ന ആളാണ്, കോൺഗ്രസ് നേതാക്കളായിരുന്ന ആളാണ്. അപ്പോൾ വളരെ പ്രമുഖമായ വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഉൾപ്പെടുന്ന സംഘത്തിൽ സഞ്ജയ് ഖാൻ എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് ഈ സംഘത്തിലാണ്, ഈ സംഘത്തിലാണ്, അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം ഈ വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അവിടെയും കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത് ഈ 320-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതിനെതിരെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങനെയല്ലേ കോൺഗ്രസ് 320-ാം വകുപ്പ് മാറ്റിയപ്പോൾ മുതൽ. പക്ഷേ അതിലൂടെ കാശ്മീരിനുണ്ടായ പുരോഗതി, അതായത് ഇന്ത്യയുടെ ഭാഗമാണെന്ന കൃത്യമായ തോന്നൽ ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വികാരം, ഇതെല്ലാം വളരെ
പിന്നെ വലുതാണ്. അത് നമ്മൾ അതിനുശേഷം ഫലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ താരതമ്യേന കുറഞ്ഞിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം വികസനത്തിന്റെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ഗവൺമെന്റ് അവിടെ ടൂറിസം മേഖല വികസിപ്പിക്കുന്നത്. ഒരു ടൂറിസം കേന്ദ്രത്തിലാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. എങ്കിലും കാശ്മീരിന്റെ ഏറ്റവും പ്രധാന വരുമാനമായ ടൂറിസം എന്ന് പറയുന്നത് വളരെ 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 വർദ്ധിച്ച ഒരവസ്ഥ ഉണ്ടായി. അപ്പം അങ്ങനെ ഈ പൊതുവികാരം, ഈ രാജ്യത്തിൻ്റെ പൊതുവികാരം എന്ന് പറയുന്നത് 320-ാം വകുപ്പ് ഏർപ്പെടുത്തി കാശ്മീരിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി ഒരു പ്രത്യേക ഭൂവിഭാഗമാക്കി അവിടെ ആർക്കും ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് കാശ്മീരിന് പ്രത്യേക പതാക അനുവദിക്കാം, കാശ്മീരിന് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരു വലിയ ഗുരുതരമായൊരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. നെഹ്റു ഭരണകൂടത്തിൽ സംഭവിച്ച ഒരു വലിയ വീഴ്ചയാണ്. അതായത് അന്ന് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ കാശ്മീരിൻ്റെ ഭാഗം തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അധിനിവേശ കാശ്മീർ എന്നൊരു സംവിധാനം സൃഷ്ടിച്ചതിന് പിന്നിൽ തന്നെ അന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഭരണകൂടത്തിൻ്റെ പരാജയമുണ്ട്. അതൊരു വസ്തുതയാണ്, നമുക്ക് അതറിയാം. പക്ഷേ പിന്നെ ഏതായാലും അത് സംഭവിച്ചു. അപ്പോൾ ഈ പ്രസ്താവന ഇപ്പോൾ ശശി തരൂർ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പ്രസ്താവനയെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സൽമാൻ ഖുർഷിദ് ഈ പ്രസ്താവനയാണ്, അതായത് ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, മലേഷ്യ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ സംഘം പര്യടനം നടത്തുന്നത്. സർവോപരി ഇതിനകത്ത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിൽ. സഞ്ജയ് ഖന്ന എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ കൺവീനർ എന്നാണ് ഈ സംഘത്തിനെ കൺവീനർ. അപ്പോൾ അവർ മലേഷ്യയിൽ പോകുന്നുണ്ട്, കൊറിയയിൽ പോകുന്നുണ്ട്, ജപ്പാനിൽ പോകുന്നുണ്ട്, അങ്ങനെ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ ഇന്ത്യൻ വംശജർ വളരെ കൂടുതലുള്ള സ്ഥലമാണ്, വളരെ കൂടുതലാണ്. നമ്മുടെ ആദ്യ കുടിയേറ്റ കേന്ദ്രങ്ങളുണ്ടാണല്ലോ സിംഗപ്പൂർ എന്നൊക്കെ പറയുന്നത്, ഇന്ത്യക്കാരുടെയും കേരളീയരുടെയും ഒക്കെ ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ അവിടെ ഒക്കെ ചെന്നപ്പോൾ ഇത്തരം ഒരു വലിയ കൃത്യമായൊരു അഭിപ്രായം സൽമാൻ ഖുർഷിദ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നേതാക്കൾ ഇത്തരം ഒരു പ്രസ്താവന, ഒരു ഓപ്പൺ പ്രസ്താവന പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവർ ഇനി എന്ത് പറയും എന്നുള്ള ഒരു വിഷമത്തിലാണ് കോൺഗ്രസ്. എന്താണ് സൽമാൻ ഖുർഷിദിൻ്റെ ശശി തരൂരിനെ പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുക. ശശി തരൂർ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരുമായുള്ള അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അവസരത്തിലാണ് സൽമാൻ ഖുർഷിദിനെ പോലുള്ള ഒരാൾ, ഒരു ന്യൂനപക്ഷ സമുദായ അംഗം, ഒരു പ്രമുഖനായ ഒരു ന്യൂനപക്ഷ സമുദായ അംഗം, അദ്ദേഹം കാശ്മീരിനെ ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും സഹായിച്ച നടപടി എന്നാണ്. അപ്പോൾ കാശ്മീരിനെ ഇന്ത്യയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ 370-ാം വകുപ്പ് അടക്കം കാശ്മീർ നൽകിയെന്നൊരു പ്രത്യേക സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മുടെ ഒരു അസേതു ഹിമാചലം എന്ന് നമുക്കൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. കാശ്മീരം തൊട്ട് ഇങ്ങോട്ട് കന്യാകുമാരി തീരം വരെയും എന്നാണ് നമ്മളെ പറ്റിയുള്ള സങ്കല്പം തന്നെ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊരു ഇന്ത്യക്കാരനും കന്യാകുമാരിയിൽ പ്രവേശിക്കുന്നത് പോലെ കാശ്മീരിലും പ്രവേശിക്കാൻ, കന്യാകുമാരിയിൽ താമസിക്കാൻ കഴിയുന്നത് പോലെ കാശ്മീരിൽ താമസിക്കാൻ, ഇന്ത്യയും ഇവിടെ കന്യാകുമാരിയിൽ സ്ഥലം വാങ്ങിക്കുന്നത് പോലെ കാശ്മീരിലും ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു തടയായിരുന്നു ഈ 370 ഒരു പ്രത്യേക പദവി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, നമുക്കൊരു പ്രത്യേക പദവി ആരെങ്കിലും കൽപ്പിച്ച് തന്നാൽ തന്നെ, അതിപ്പോൾ ആര് വ്യക്തികളായിക്കൊള്ളട്ടെ, രാഷ്ട്രമായിക്കൊള്ളട്ടെ, സമൂഹമായിക്കൊള്ളട്ടെ, ഒരു പ്രത്യേക പദവി തന്നെ നമുക്ക് സ്വയം അങ്ങ് തോന്നുകയില്ല. നമുക്ക് നമ്മൾ ഈ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാം ഉള്ളതിനേക്കാൾ പ്രത്യേക ഒരു പദവിയിൽ നിൽക്കുന്നവരാണ് തങ്ങളെന്ന് തോന്നുമ്പോൾ തന്നെ താങ്കൾ ഇന്ത്യക്കാരല്ലെന്നും, അല്ലെങ്കിൽ ഇന്ത്യക്കാരെക്കാൾ മുകളിലാണെന്നും, ഇന്ത്യക്ക് വെളിയിലാണെന്നും ഒക്കെയുള്ള ഒരു തോന്നൽ, ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ ഇതുണ്ടാവുമല്ലോ. അത് അങ്ങനെയാണ് ഈ ഭീകരപ്രവർത്തനത്തിന് ഒരു വഴിയൊരുങ്ങിയത്. അതോടൊപ്പം അവിടുത്തെ യുവാക്കളുടെ ഈ തൊഴിലില്ലായ്മ അടങ്ങുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ, ആർക്കും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ തൊട്ട് വലിയ ആളുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും ജീവിതോപാധി കൂടി എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അപ്പോൾ ടൂറിസം ഈ അതിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു ചെല്ലാനും, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാനും, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അവർക്കൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാശ്മീരിൽ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി വേണം നമ്മൾ ഈ പ്രസ്താവനയെ കാണാൻ. എന്തായാലും സൽമാൻ ഖുർഷിദിനെ പോലെയുള്ള ഒരാൾ അത് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അദ്ദേഹം പഴയ വിദേശകാര്യമന്ത്രി കൂടെയല്ലേ? അതെ, പഴയ വിദേശകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു വലിയ ലെഗസിയുടെ ഉടമസ്ഥനാണ്. സർവോപരി കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട് തെറ്റായിപ്പോയി എന്ന് പരോക്ഷമായി പറയുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. ഈ 370-ാം വകുപ്പ് മറ്റേതിനെതിരെ നടക്കുന്ന കോൺഗ്രസിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാം ഒരു ശരികേടാണ് എന്ന് കൂടി ധ്വനിപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ ഇനി കോൺഗ്രസ് നേരിടാൻ പുത്തൻ ആയുധങ്ങളും പുത്തൻ
എന്താ പറയുക, പുത്തൻ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ സൽമാൻ ഖുർഷിദിനോട്. ഇനി ഈ വിദേശകാര്യ സംഘത്തിൻ്റെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇനി ആരൊക്കെ, ഇനി ജോൺ ബ്രിട്ടാസ് പോലും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞേക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ അല്ല സാർ, ഇതിലൂടെ രാജ്യത്തെ പറ്റിയല്ലേ സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ദയനീയമായിരിക്കുമെന്ന്. അല്ല സാർ, ഇതിൽ നമുക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ശശി തരൂരിന് ശേഷം ഇത്തരത്തിലൊരു മുൻ വിദേശകാര്യ മന്ത്രി കൂടെ ഈ 370 അനുച്ഛേദത്തെക്കുറിച്ച് നല്ലതായി അത് റദ്ദാക്കിയത് എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി കോൺഗ്രസ് തന്നെ വെട്ടിലാകുന്നു. BJPയുടെ ആ ഒരു തീരുമാനത്തിന് മാഹാത്മ്യം ഏറുന്നു എന്ന് തന്നെ പറയാം. ശരി.